എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. മൂലകങ്ങളും വർഗീകരണങ്ങളും എന്നുള്ള മൊഡ്യൂളിലെ അവസാനത്തെ SCRT ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ ഒന്നാമത്തെ അധ്യായമായ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ ഒന്നാമത്തെ അധ്യായമായ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്നുള്ള ചാപ്റ്ററാണ് ഇന്നത്തെ SCRT സീരീസിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. ആദ്യം തന്നെ ഇവിടെ ഒരു കുട്ടി വായിക്കുന്നതാണ്. ബോർ മാതൃകക്കപ്പുറം മറ്റൊരു ആറ്റം മാതൃകയോ, ഷെല്ലുകൾക്കുള്ളിൽ വീണ്ടും ഷെല്ലുകളോ, ആറ്റത്തിനുള്ളിലെ രഹസ്യങ്ങൾക്ക് അവസാനവുമില്ലേ? ഇപ്പോൾ ബോർ മാതൃക നമ്മൾ പഠിച്ചതാണ് മുൻ ചാപ്റ്ററിൽ. നീൽസ് ബോർ ആറ്റത്തിന് തൃപ്തികരമായിട്ടുള്ള വിശദീകരണം നൽകിയത്, അല്ലെങ്കിൽ തൃപ്തികരമായ മാതൃക അവതരിപ്പിച്ചത് ആരാണ്? നീൽസ് ബോറാണ്. അപ്പോൾ ആ ബോറിൻ്റെ മാതൃക കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? അതിനേക്കാൾ ആറ്റത്തിനുള്ളിൽ ഷെല്ലുകൾക്ക് പുറമെ സബ് ഷെല്ലുകളും ഉണ്ട് എന്നുള്ള ഒരു ഇതാണ് ഈ കുട്ടി വായിക്കുന്നത്. ആറ്റം ഘടനയെക്കുറിച്ച് വായിച്ചപ്പോൾ കുട്ടിക്കുണ്ടായ ആകാംക്ഷ നിങ്ങൾക്കും ഉണ്ടാകാം. നിരവധി പരീക്ഷണങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അനുമാനങ്ങളിലൂടെയുമാണ് ആറ്റത്തെക്കുറിച്ചുള്ള ധാരണ ശാസ്ത്രലോകം രൂപപ്പെടുത്തിയെടുത്തത്. ആറ്റം ഘടനയുടെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ സമഗ്രമായി വർഗീകരിച്ചുകൊണ്ടുള്ള പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക നമ്പർ അറിയാമെങ്കിൽ പീരിയോഡിക് ടേബിളിൽ അതിൻ്റെ സ്ഥാനവും സ്വഭാവവും നിർണ്ണയിക്കാം. ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക നമ്പർ അറിയാമെങ്കിൽ എന്ത് ചെയ്യും? പീരിയോഡിക് ടേബിളിൽ അതിൻ്റെ സ്ഥാനവും സ്വഭാവവും നമുക്ക് നിർണ്ണയിക്കാൻ കഴിയും. നമുക്കതിൻ്റെ സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ, ഗ്രൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അറിയാലോ ഏത് മൂലകങ്ങളാണ് ഏതൊക്കെ ഗ്രൂപ്പിൽ എന്നുള്ളത്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണല്ലോ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സോഡിയത്തിൻ്റെ ആറ്റോമിക നമ്പർ 11ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് വിന്യാസം വരുമ്പോൾ 2, 8, 1 ഇങ്ങനെയാണ് വരിക. അതിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1. അപ്പോൾ ഈ സോഡിയം ഏത് ഗ്രൂപ്പിലാണ് വരിക? 1ാം ഗ്രൂപ്പിലാണ് സോഡിയം വരുന്നത്. സോഡിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ 1ആണ്. അപ്പോൾ 1ാം ഗ്രൂപ്പ് മൂലകം ഏതാണ്? ലോഹമാണോ അലോഹമാണോ എന്ന് മുൻ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിച്ച് തരേണ്ട ആവശ്യം ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്യും? മൂലകങ്ങളുടെ ഗുണങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യാനും പ്രവചിക്കാനും കഴിയുന്ന തരത്തിലാണ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത്. പീരിയോഡിക് ടേബിളിലാണെങ്കിൽ സ്വഭാവങ്ങളുടെ ക്രമാവർത്തനത്തിൻ്റെ അടിസ്ഥാനം അവയുടെ ആറ്റം ഘടനയാണ്. പീരിയോഡിക് ടേബിളിൽ മൂലക സ്വഭാവങ്ങളുടെ ക്രമാവർത്തനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അതിൻ്റെ ആറ്റം ഘടനയാണ്. ആറ്റത്തെക്കുറിച്ചുള്ള നൂതനമായ അറിവുകൾ പീരിയോഡിക് ടേബിളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടു എന്ന് നമുക്ക് പരിശോധിക്കാമെന്ന് നമ്മളോട് പറയുകയാണ്. വിവിധ ആറ്റം മാതൃകകളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബോർ മാതൃക പ്രകാരം ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വിവിധ ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ ക്രമീകരിച്ചിരിക്കുന്നതെന്നും ഊർജ്ജ നിലകൾ കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നതെന്നും നമ്മൾ പഠിച്ചതാണ്. ബോർ മാതൃക പ്രകാരം എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ആറ്റത്തിനുള്ളിൽ എന്തുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വിവിധ ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഊർജ്ജനില കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത്. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജം കൂടി വരികയും ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ചെയ്യും. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ചുള്ള പ്രത്യേകത എന്താണ്? ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജം കൂടി വരികയും ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ചെയ്യും. ആർഗോണിൻ്റെ അടുത്ത മൂലകമായ പൊട്ടാസ്യം ആർഗോണിലേക്കാൾ 1 ഇലക്ട്രോണാണ് കൂടുതലുള്ളത്. പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 8, 1 ആണ്. മൂന്നാമത്തെ ഷെല്ലിന് ഇനിയും 10 ഇലക്ട്രോണുകൾ കൂടി ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടെന്നിരിക്കെ എന്തുകൊണ്ടാണ് പൊട്ടാസ്യത്തിലെ അവസാനത്തെ ഇലക്ട്രോൺ 3ാമത്തെ ഷെല്ലിൽ നിറയാതെ 4ാമത്തെ ഷെല്ലിൽ പോയത് എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ
അപ്പോൾ ഈ ബോർ മാതൃകയുടെ ഒരു പരിമിതിയാണ് ഇതിന് ഈ ഒരു സംഭവ ഉദാഹരണം കൊണ്ട് നമ്മൾ പറയുന്നത്. ആറ്റം ഘടനയെക്കുറിച്ചുള്ള ലളിതമായ വിശദീകരണമാണ് എന്ത്? ബോർ മാതൃക. ആറ്റത്തിൽ ഇലക്ട്രോണുകളുടെ സ്ഥാനവും സ്വഭാവവുമായി ബന്ധപ്പെട്ട് തുടർന്ന് നടത്തിയ പഠനങ്ങളിൽ രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ ബോർ മാതൃകയുടെ പരിമിതി എന്ത് ചെയ്തു? തുടർന്ന് നടന്ന പഠനങ്ങളിൽ ബോധ്യപ്പെട്ടു. അതുപോലെ പുതിയ പരികൽപ്പനകൾ എന്ത് ചെയ്യും? രൂപീകരിക്കുകയും ചെയ്തു. ഇത് പ്രകാരം ഓരോ ഊർജ്ജ നിലകളിലുമുള്ള ഇലക്ട്രോണുകൾ അതിലെ ഉപ ഊർജ്ജ നിലകളിലാണ് വിന്യസിച്ചിരിക്കുന്നത്, അഥവാ സബ് എനർജി ലെവൽ. അപ്പോൾ പുതിയ പരികൽപ്പനകൾ പ്രകാരം എന്താണ്? ഓരോ ഊർജ്ജ നിലകളിലുമുള്ള ഇലക്ട്രോണുകൾ എന്താണ്? അതിലെ ഉപ ഊർജ്ജ നിലകളിലാണ് വിന്യസിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ഷെല്ലിലുമുള്ള ഉപ ഊർജ്ജ നിലകളെ സബ് ഷെല്ലുകൾ എന്ന് പറയുകയും ചെയ്യുന്നു. ഓരോ ഷെല്ലിലുമുള്ള ഉപ ഊർജ്ജ നിലകളാണെന്ത്? സബ് ഷെല്ലുകൾ. ഇവയെ നമുക്ക് എസ്, പി, ഡി, എഫ് എന്നിങ്ങനെ ക്രമത്തിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കും. അപ്പോൾ ഉപഷെല്ലുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ സബ് ഷെല്ലുകൾ ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ് എന്നിങ്ങനെയാണ് നാമകരണം ചെയ്യപ്പെട്ടത്. കെ ഒഴികെയുള്ള എല്ലാ മുഖ്യ ഊർജ്ജ നിലകളിലും എന്താണ്? ഒന്നിലധികം സബ് ഷെല്ലുകൾ ഉണ്ട്. കെയിൽ എസ് എന്ന സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ. എസ് എല്ലിലാണെങ്കിലോ? എല്ലിലാണെങ്കിൽ എസ്സും പിയും ഉണ്ടാവും. എമ്മിലാണെങ്കിലോ എസ്സും പിയും ഡിയും ഉണ്ടാകും. എന്നിലാണെങ്കിൽ എസ്, പി, ഡി, എഫ് ഇങ്ങനെ 4 സബ് ഷെല്ലുകൾ ഉണ്ടാകും. അപ്പോൾ ഇതിൽ കെയിലൊഴികെ ബാക്കി എല്ലാറ്റിലും ഒന്നിൽ കൂടുതൽ സബ് ഷെല്ലുകൾ ഉണ്ടാകും. ഇത്തരത്തിലാണ് എന്ത് ചെയ്യുക? ഊർജ്ജനില. ഇത്തരത്തിൽ ഒരു ഊർജ്ജനില മാത്രമേ ഉള്ളൂ. ഓരോ ഊർജ്ജ നിലയിലും അതിൻ്റെ ഷെല്ലിൻ്റെ ക്രമ നമ്പറിന് തുല്യമായ എണ്ണം സബ് ഷെല്ലുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഓരോ ഊർജ്ജ നിലയിലും എന്താണ്? അതിൻ്റെ ഷെല്ലിൻ്റെ ക്രമ നമ്പറിന് എത്ര ഷെല്ലുകളുണ്ടോ അതിന് തുല്യമായ എണ്ണം സബ് ഷെല്ലുകളാണ് ഉണ്ടാവുക. അതിൻ്റെ ഉദാഹരണമാണ് താഴെ തന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞ തന്നെ കോളമാക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഷെല്ല്, അതായത് കെ ഷെല്ലിൽ എത്ര സബ് ഷെല്ല് ഉണ്ടാവും? എസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്തത് എൽ ഷെല്ലിൽ എസ്, പി ഉണ്ട് രണ്ടാമത്തെ ഷെല്ല്. ഇനി മൂന്നാമത്തെ ഷെല്ലായ എമ്മിൽ എസ്, പി, ഡി എന്നീ സബ് ഷെല്ലുകളുണ്ട്. ഇനി നാലാമത്തെ ഷെല്ലായ എന്നിൽ 4 സബ് ഷെല്ലുകളുണ്ട്, എസ്, പി, ഡി, എഫ് എന്നുള്ളത്. അപ്പോൾ ഈ കോളം നോട്ട് ചെയ്ത് വെക്കുക. ഇത് നമ്മൾ ബേസിക് മനസ്സിലാക്കാനാണ്. ഇവിടെ ഈ ബേസിക് മനസ്സിലാക്കിയാലേ നമുക്ക് ഇനിയുള്ള മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇവിടെ നമ്മൾ ഈ ബേസിക് നന്നായിട്ട് മനസ്സിലാക്കണം. കാരണം ഇതിൻ്റെ റിപ്പീറ്റേഷനാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഓരോ സബ് ഷെല്ലും ഏത് ഷെല്ലിലാണെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അതിന് നമ്പറുണ്ട്. ഷെല്ലിൻ്റെ ക്രമ നമ്പർ കൂടി ചേർത്തിട്ടാണ് സബ് ഷെല്ലുകളെ എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ സബ് ഷെല്ല് ഏത് ഷെല്ലിലാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഇതിന് നമ്മൾ കണ്ടു 1, 2, 3, 4 ഇങ്ങനെ 4 ഷെല്ലുകളാണ്. അതിലെ സബ് ഷെല്ലുകൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കുക, ഇവിടെ എസ് സബ് ഷെല്ല് 4ലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതിൽ വരുന്നതാണ് ഈ സബ് ഷെല്ല് എന്ന് അറിയാൻ എന്ത് ചെയ്യും? 1ൽ വരുന്ന സബ് ഷെല്ല് എസ് സബ് ഷെല്ലിനെ 1 എസ് എന്ന് എഴുതും. 2ൽ വരുന്നതിനെ 2 എസ് എന്ന് എഴുതും. 3ൽ വരുന്നതാണെങ്കിൽ 3 എസ്, 4ൽ വരുന്നതാണെങ്കിൽ 4 എസ്. അങ്ങനെ ഷെല്ലിൻ്റെ നമ്പർ കൂടി ചേർത്ത് കൊണ്ടാണ് എഴുതുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പട്ടിക ഒന്ന് പൂർത്തിയാക്കൂ. ഷെൽ നമ്പർ 1, 2, 3, 4 സബ് ഷെല്ല്, അതുപോലെ സബ് ഷെല്ലുകളെ സൂചിപ്പിക്കുന്ന രീതി. അപ്പോൾ നമ്മൾ എഴുതി ആദ്യത്തെ എഴുത്തു. 1ൽ നമുക്ക് ആകെ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, എസ്. അപ്പോൾ അതിനെ നമ്മളെങ്ങനെ സൂചിപ്പിക്കും? 1 എസ് എന്നുള്ളത്. 2ലാകുമ്പോൾ 2 സബ് ഷെല്ല് വരുന്നുണ്ട്, എസ്സും പിയും വരുന്നുണ്ട്. അപ്പോൾ ഇതിലെ എസ്സിനെ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കും? 2 എസ് എന്നുള്ളത്. പിനെ 2 പി എന്നുള്ളത് സൂചിപ്പിക്കും. ഇനി മൂന്നാമത്തെ ഷെല്ലിലാണെങ്കിൽ എന്ത്? എസ്, പി, ഡി 3 സബ് ഷെല്ലുകളാണ് വരുന്നത് മൂന്നാമത്തെ ഷെല്ലിൽ. അപ്പോൾ ഈ എസ്സിനെ നമ്മളെന്ത് എങ്ങനെ സൂചിപ്പിക്കും? 3 എസ്, പിയെ 3 പി, ഡിയെ 3 ഡി. ഇനി നാലാമത്തെ സബ് ഷെല്ലിലാണെങ്കിൽ 4 സബ് ഷെല്ലുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിലെ എസ് സബ് ഷെല്ലിനെ എങ്ങനെ സൂചിപ്പിക്കും? 4 എസ്, 4 പി, 4 ഡി, 4 എഫ്. അങ്ങനെ ഷെല്ലിൻ്റെ നമ്പർ കൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ സബ് ഷെല്ലിനെ സൂചിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഏത് ഷെല്ലിലെ സബ് സെല്ലാണ് എന്നുള്ളത് കിട്ടും. ഇനി നമ്മളിവിടെ വിട്ടൊരു കോളമുണ്ട്, അത് നോക്കാം. സബ് ഷെല്ലുകൾ എന്നുള്ള ഹെഡിങ് ഉണ്ട്, അത് നോക്കാം.
സബ് ഷെല്ലുകൾക്ക് എസ് പി ഡി എഫ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതാണ് എസ് പി ഡി എഫ് എന്നാണ് സബ് ഷെല്ലുകൾക്ക് പേര് കൊടുത്തിരിക്കുന്നത്. മൂലകങ്ങളുടെ ആറ്റോമിക ഘടനയുമായി ബന്ധപ്പെട്ട ചില സവിശേഷതകൾ സൂചിപ്പിക്കുന്ന വാക്കുകളിൽ നിന്നാണ് ഈ പേരുകൾ ഉണ്ടായത്. അപ്പോൾ ഒന്നാമത്തേത് എസ് വന്നത് ഷാർപ്പ് എന്നതിൽ നിന്നും, പി വന്നത് പ്രിൻസിപ്പൾ എന്നതിൽ നിന്നും, ഡി വന്നത് ഡിഫ്യൂസ്, എഫ് വന്നത് ഫണ്ടമെൻ്റൽ. അപ്പോൾ മൂലകങ്ങളുടെ ആറ്റോമിക ഘടനയുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ സൂചിപ്പിക്കുന്ന വാക്കുകളിൽ നിന്നാണ് ഈ സബ് ഷെല്ലുകളുടെ പേരുകൾ ഉണ്ടായത്. എസ് എന്നത് വന്നത് ഷാർപ്പ് എന്നതിൽ നിന്നും, പി എന്ന് വന്നത് പ്രിൻസിപ്പൾ എന്നതിൽ നിന്നും, ഡി വന്നത് ഡിഫ്യൂസ് എന്നുള്ളതിനും, എഫ് വന്നത് ഫണ്ടമെൻ്റൽ എന്നുള്ളതിൽ നിന്നാണ്. ആറ്റം ഘടനയെ സംബന്ധിച്ച് ആധുനിക സിദ്ധാന്ത പ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ത്രിമാന മേഖലയിലാണ് സഞ്ചരിക്കുന്നത്. പ്രധാന ഊർജ്ജ നിലകളിൽ തന്നെ എന്തുണ്ട്? ഉപ ഊർജ്ജ നിലകൾ അഥവാ സബ് ഷെല്ല് ഉണ്ട്. അപ്പോൾ ആധുനിക സിദ്ധാന്ത പ്രകാരം എന്താണ്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ത്രിമാന മേഖലയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാന ഊർജ്ജ നിലകളിൽ തന്നെ എന്തുണ്ട്? ഉപ ഊർജ്ജ നിലകളുണ്ട്. അതുപോലെ ഈ ഉപ ഊർജ്ജ നിലകളിൽ എന്തുണ്ട്? ഇലക്ട്രോണുകൾ കാണപ്പെടാനും സാധ്യത കൂടിയ മേഖലകളും ഉണ്ട്. ഇവയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർബിറ്റൽസ് അഥവാ ഓർബിറ്റലുകൾ എന്ന് വിളിക്കുന്നത്. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. അപ്പോൾ ഒരു ഓർബിറ്റിൽ നമുക്ക് ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്താണ്? പരമാവധി എണ്ണം 2 ആണ്. അപ്പോൾ ഒരു ഓർബിറ്റിൽ എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുമെന്ന് ചോദിച്ചാൽ 2 ഇലക്ട്രോണുകളാണ് ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളുക. എസ് സബ് ഷെല്ലിലാണെങ്കിൽ എന്താണ്? ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. ഇതിന് ഗോളാകൃതിയാണ്. അപ്പോൾ നമ്മൾ ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. എസ് സബ് ഷെല്ലിലാണെങ്കിൽ ആകെ ഒരു ഓർബിറ്റ് മാത്രമേ ഉള്ളൂ. അതിനെന്താണ്? ഗോളാകൃതിയാണ്. എന്നാൽ പിയിൽ 2 ഓർബിറ്റുകളുണ്ട്, ഡിയിൽ 3 ഓർബിറ്റുകളുണ്ട്, ഡിയിൽ 5 ഓർബിറ്റുകളുണ്ട്, എഫിൽ 7 ഓർബിറ്റുകളുണ്ട്. അപ്പോൾ പി സബ് ഷെല്ലിൽ എസ്സിൽ 1 ഓർബിറ്റ്, അതുപോലെ പിയിൽ 3, ഡിയിൽ 5, എഫിൽ 7. 1, 3, 5, 7 അങ്ങനെയാണ് ഓർബിറ്റലുകളുടെ എണ്ണം വരുന്നത്. ഇനി ഓരോ ഓർബിറ്റിലും എന്തുണ്ട്? 2 ഇലക്ട്രോണുകളാണ് മാക്സിമം കൊള്ളുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിയിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്, എസ്സിൽ എത്ര ഇലക്ട്രോണുകളുണ്ടെന്ന് ചോദിച്ചാൽ ആകെയുള്ളത് ഒരു ഓർബിറ്റലാണ്. അതുകൊണ്ട് അതിൽ 2 ആണ്. ഇനി പിയിലാണെങ്കിലോ 3 ഓർബിറ്റലുണ്ട്. അപ്പോൾ അതിലിപ്പോൾ എത്ര ഉണ്ടാവും? 3 × 2 6 ഉണ്ടാവും. ഇനി ഡിയിലാണെങ്കിലോ 5 ഓർബിറ്റലുണ്ട്. അപ്പോൾ 5 × 2 10 ഇലക്ട്രോണുകൾ ഉണ്ടാവും. ഇനി എഫ് ആണെങ്കിലോ 7 ഓർബിറ്റലുകളാണുള്ളത്. അപ്പോൾ എഫിൽ എത്ര ഉണ്ടാവും? 7 × 2 14 ഇലക്ട്രോണുകൾ ഉണ്ടാകും. ഇങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസങ്ങൾ വരുന്നത് സബ് ഷെല്ലുകളിൽ. അപ്പോൾ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കോളം പൂരിപ്പിച്ചു. ഇനി സബ് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണം, സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇനി നമ്മൾ പ്രയോഗിക്കാൻ പോകുന്നത്. ഓരോ ഷെല്ലിലുമുള്ള സബ് ഷെല്ലുകൾ ഏതൊക്കെയാണ് നമുക്കറിയാം. ഓരോ ഷെല്ലിലും ഉള്ള സബ് ഷെല്ലുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഷെല്ലിൽ എസ്, അങ്ങനെ നമ്മളിപ്പോൾ പറഞ്ഞ അതേ സംഭവങ്ങൾ. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. എത്രയാണ്? ഓരോ സബ് ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ 2 ഇലക്ട്രോണുകളാണ് ഒരു ഓർബിറ്റിൽ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? എങ്കിൽ ഓരോ സബ് ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര വീതമായിരിക്കും? അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് നമ്മളോട് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണ്? 2 ഇലക്ട്രോണുകളാണ്. അപ്പോൾ അതിൻ്റെ സബ് ഷെല്ല് ഏതാണ്? എസ് ആണ് വരിക. അപ്പോൾ നമ്മൾ അതിനെങ്ങനെ സൂചിപ്പിക്കും? 1s. അപ്പോൾ അതിൽ എത്ര ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ഉണ്ട്? നമ്മൾ പറഞ്ഞു 2. ആകെ ഒരു ഓർബിറ്റാണ്, അതുകൊണ്ട് 2. ഇനി രണ്ടാമത്തെ സബ് ഷെല്ലാണെങ്കിൽ 8. അതിന് നമുക്ക് 2s 2p ഇങ്ങനെ സബ് ഷെല്ലുകളെ സൂചിപ്പിക്കാം. അപ്പോൾ അതിൽ കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് നമ്മൾ പറഞ്ഞു. എസ്സിൽ എത്രയാണ്? 2 തന്നെയാണ്. അപ്പോൾ 8 ന്ന് 2 പോയാൽ ബാക്കി എത്രയാണ്? 6 ആണ്. അപ്പോൾ 2p എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അപ്പോൾ അതിൽ
6 അതിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പോൾ പി ഷെല്ലിൽ 6 എസ് ഷെല്ലിൽ 2. ഇനി മൂന്നാമത്തെ ഷെല്ലിലോ, അതിൽ 3 സബ് ഷെല്ല് വരും, എസ് പി ഡി എന്നിവ വരും. അപ്പോൾ നമ്മൾ മൊത്തം അവിടെ എന്താണ് 18 ആണ് ഇലക്ട്രോണുകളുടെ എണ്ണം. പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 18 അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? എസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ 2 വരും, പിയിൽ നമ്മളിവിടെ പറഞ്ഞു അപ്പോൾ 6, അപ്പോൾ 6ഉം 2ഉം 8, അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? 10. അപ്പോൾ ഡിയിൽ എത്ര എണ്ണം കൊള്ളും? 10. അപ്പോൾ 2, 6, 10. ഇനി നാലാമത്തെ ഷെല്ലിലാണെങ്കിൽ 32 ആകെയുള്ള ഇലക്ട്രോണുകൾ, മാക്സിമം പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 32. അപ്പോൾ എസ്സിൽ നമ്മൾ പറഞ്ഞാൽ തന്നെ എത്ര എണ്ണം കൊള്ളും? 2, പിയിലാണെങ്കിൽ 6, ഡിയിലാണെങ്കിൽ 10. അപ്പോൾ ഇപ്പോൾ എത്രയായി എമൗണ്ട്? 2, 6, 18 അപ്പോൾ ഇനി എഫിൽ എത്ര കൊള്ളും? ബാക്കി എത്ര ഉള്ളത്? 32 18 പോയാൽ 14. അപ്പോൾ എഫിൽ 14 ഇലക്ട്രോണുകളാണ് ഉള്ളത്. ഇലക്ട്രോണുകളുടെ എണ്ണം 14. ഈ കോളം ഇതുപോലെ നോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ പൂരിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. രണ്ടാം ഷെല്ലിലെ 8 ഇലക്ട്രോണുകളിൽ 2 എസ് സബ് ഷെല്ലിൽ ആയിരിക്കുമോ എങ്കിൽ പി സബ് ഷെല്ലിൽ നിറയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? പട്ടിക പൂർത്തിയാക്കി കണ്ടെത്തുക. അതിപ്പോൾ നമ്മൾ പൂർത്തിയാക്കിയിട്ടുള്ളൂ. ഇനി എസ്സിലും പിയിലും പരമാവധി എത്ര ഇലക്ട്രോണുകൾ വീതം ഉൾക്കൊള്ളുന്നു എന്ന് കണ്ടല്ലോ. എങ്കിൽ ഡി സബ് ഷെല്ലിൽ പരമാവധി എത്ര എണ്ണം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് മൂന്നാമത്തെ ഷെല്ലിലെ കോളങ്ങൾ പൂരിപ്പിച്ച് കണ്ടെത്താൻ. അപ്പോൾ നമുക്കിപ്പോൾ ആ കോളങ്ങൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞത്. അതുപോലെ നാലാമത്തെ ഷെല്ലിൽ 32 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ എസ് പി ഡി എഫ് സബ് ഷെല്ലുകളിലായി എങ്ങനെ വിന്യസിക്കുമെന്ന് നമ്മളോട് നോക്കാനാണ്. നമ്മളിപ്പോൾ അത് പൂരിപ്പിച്ചതാണ്. ഇനി അതിൻ്റെ പൂരിപ്പിച്ചതിൻ്റെ കോളം തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര സബ് ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. എസ്സിൽ 2, പിയിലാണെങ്കിൽ 6, ഡിയിലാണെങ്കിലോ 10, എഫിലാണെങ്കിൽ 14. എസ്സിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. ഇത് നമ്മൾ നേരത്തെ ആ കോളത്തിൽ എഴുതിയത് പഠിച്ചല്ലോ. അതായത് എസ്സിൽ ആകെ ഒരു ഓർബിറ്റാണ്. ഒരു ഓർബിറ്റിൽ മാക്സിമം 2 ഇലക്ട്രോണുകളെയാണ് ഉൾക്കൊള്ളുക. പിയിലാണെങ്കിൽ നമ്മളത് പറഞ്ഞു 3 ഓർബിറ്റ് ഉണ്ട്, അപ്പോൾ 3 × 2. ഡിയിലാണെങ്കിൽ എന്താണ് 5 ഓർബിറ്റാണ്, അപ്പോൾ 5 × 2. എഫിലാണെങ്കിൽ 7 ഓർബിറ്റാണ്, അപ്പോൾ 7 × 2. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്കത് മറക്കില്ല. ഇനി സബ് ഷെല്ലുകളിലെ സബ് ഷെല്ലുകളിലെ ഇലക്ട്രോൺ പൂരണം. ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കാർബണിൻ്റെ വിന്യാസം നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 2 ഇലക്ട്രോൺ കുറഞ്ഞ ഊർജം കുറഞ്ഞ കെ ഷെല്ലിലും ബാക്കി 4 ഇലക്ട്രോണുകൾ ഊർജം കൂടിയ എൽ ഷെല്ലിലും ആയിരിക്കും നിറയുന്നത്. ഇതുപോലെ ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകൾ സബ് ഷെല്ലിൽ വിന്യസിക്കപ്പെടുമ്പോൾ ഊർജം കുറഞ്ഞ സബ് ഷെല്ലിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമമായി നിറയുന്നു. ഇതിനെയാണ് സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം അഥവാ സബ് ഷെൽ ഇലക്ട്രോണിക് കൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി പറയാം. നമ്മൾ ഇലക്ട്രോണുകൾ ഊർജം കൂടിയ എന്തിലേക്കും ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ് ഷെല്ലിൽ വിന്യസിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുക? ഊർജം കുറഞ്ഞ സബ് ഷെല്ലുകളിൽ നിന്ന് കൂടിയതിലേക്ക് ഇങ്ങനെ ക്രമമായിട്ട് നിറയും. ഊർജം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് എന്നുള്ള ക്രമത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്, അഥവാ സബ് ഷെൽ ഇലക്ട്രോണിക് കൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഈ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. മൂലക ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം അതിൻ്റെ ആറ്റോമിക നമ്പറിന് സമമാണ്. അപ്പോൾ മൂലക ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്താണ്? അതിൻ്റെ ആറ്റോമിക നമ്പറിന് സമമാണ്. മൂലക ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എപ്പോഴും എന്താണ്? അതിൻ്റെ ആറ്റോമിക നമ്പറിന് തുല്യമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉദാഹരണം തന്നിട്ടുണ്ട്. ഹൈഡ്രജനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? H1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺ വന്നു ചേരുന്നത്? എസ് ഒന്നാമത്തെ ഷെല്ലിൽ, കെ ഷെല്ലിൽ. ഏത് സബ് ഷെല്ലിലാണെന്ന് ചോദിച്ചാൽ എസ് സബ് ഷെല്ലിൽ. അപ്പോൾ ഹൈഡ്രജൻ്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് ഇങ്ങനെ എഴുതാം. 1s1 സബ് ഷെല്ല് വിന്യാസം 1s1 എന്ന് എഴുതാം. ഇനി ഹീലിയത്തിലാവുമ്പോൾ 2 ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പോൾ ഹീലിയത്തിൻ്റെ ആകുമ്പോൾ എങ്ങനെ വരും? 1s
ഇലക്റ്റിൻ്റെ ആകുമ്പോഴും 1s 1 തന്നെയാണ് വരിക. കാരണം എസ് സബ്ഷെല്ലിൽ മാക്സിമം നമുക്ക് 2 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് അതിൻ്റെ വരിക 1s 1 ആണ്. ഇനി ലിഥിയം ആണെങ്കിലോ, ലിഥിയം ആണെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതുക? 1s2 2s1 എന്നാണ് ലിഥിയം ആകുമ്പോൾ എഴുതുക. കാരണം അതിൽ 3 ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ എസ്സിൽ കൊള്ളും. പിന്നെ രണ്ടാമത്തെ ഷെല്ലിൽ എസ്സിലാണ് നിറയുക. അതിന് ശേഷം നമുക്ക് അടുത്ത ഷെല്ലിലേക്ക് വരുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഷെല്ലിൽ എസ്സിൽ നിറഞ്ഞാൽ ഇലക്ട്രോൺ കഴിഞ്ഞു. ആകെ 3 എണ്ണം ഉള്ളൂ. അപ്പോൾ ലിഥിയം എഴുതുമ്പോൾ 1s2 2s1 എന്നാണ് ഇത്. ഇനി ലിഥിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തെ 1s2 2s1 എന്നാണ് വായിക്കേണ്ടത്. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ ബെറീലിയം എങ്ങനെ ക്രമീകരിക്കുക? ബെറീലിയത്തിൽ 4 ആണ് ഉള്ളത്. അപ്പോൾ 1s2 രണ്ടെണ്ണം എന്ന് പറയും 2s2 1s2 2s2. ബെറീലിയം നമുക്ക് എങ്ങനെ എഴുതാം? 1s2 എന്ന് എഴുതാം 2s2. കാരണം 4 ഇലക്ട്രോണാണ്. ഒരു എസ്സിൽ മാക്സിമം 2 ഇലക്ട്രോണുകൾ നമുക്ക് മാക്സിമം കൊള്ളും. അപ്പോൾ 1s2 2s2 ആണ് ബെറീലിയത്തിൻ്റെ. ഇനി ബോറോണിൻ്റെ ആണെങ്കിൽ ബോറോണിൽ 5 എണ്ണം ഉണ്ട്. അപ്പോൾ അവിടെയും 1s2 2s2 വരും. അപ്പോൾ പിന്നെ ഇലക്ട്രോൺ എത്ര ബാക്കിയുണ്ട്? ഒരെണ്ണമാണ് ബാക്കിയുള്ളത്. അത് പി സബ് ഷെല്ലാണ് നിറയുക. അപ്പോൾ 1s2 2s2 പിന്നെ 2p1. ഇനി കാർബൺ ആണെങ്കിൽ കാർബണിൽ 6 ഇലക്ട്രോണുകളാണുള്ളത്. അപ്പോൾ 1s2 2s2 2p2 അങ്ങനെ 2pയിൽ പിന്നെ 6 എണ്ണം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ളൂ പിന്നെ നമുക്ക് അടുത്ത ഷെല്ലിൽ നിറയുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ ഷെൽ നമ്പറിനെയും വലതുവശത്തെ മുകളിലെ സംഖ്യ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയും സൂചിപ്പിക്കും. അപ്പോൾ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഇപ്പോൾ 1s2 എന്ന് എഴുതുമ്പോൾ അതിൽ 1s എന്നുള്ളത് എന്താണ്? സബ്ഷെല്ലുകളുടെ നമ്പറിനെ സൂചിപ്പിക്കും. 2 എന്നുള്ളത് എന്താണ്? ഇലക്ട്രോണിൻ്റെ നമ്പറിനെയും സൂചിപ്പിക്കും. ഇനി നമുക്കിവിടെ ഇതുപോലെ ഇലക്ട്രോൺ വിന്യാസം എഴുതി പട്ടിക പൂർത്തിയാക്കാനാണ്. ഇതൊക്കെ നിങ്ങളിതുപോലെ നോട്ടിൽ വരച്ച് പട്ടിക പൂർത്തിയാക്കണം. അപ്പോൾ N7 ആകുമ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം 7 ആണ്. അപ്പോൾ 1s2 2s2 2p3. Fലാകുമ്പോൾ 9 ഉണ്ട്. അപ്പോൾ എങ്ങനെ വരിക? 1s2 2s2 2p5. ഇനി Na 11 ഉണ്ട്. സോഡിയത്തിൽ 11 ഉണ്ട്. അപ്പോൾ 1s2 2s2 2p. പിയിൽ എത്ര കൊള്ളും? മാക്സിമം 6 എണ്ണം കൊള്ളും. അപ്പോൾ 2p6 6 എണ്ണം കൊണ്ടാൽ അപ്പോൾ 2 അതുപോലെ 4 പിന്നെ എത്രയാണ്? പിയിൽ 6 കൊണ്ടാൽ 10 ഇലക്ട്രോൺ. അപ്പോൾ പിന്നെ 3s മൂന്നാം ഷെല്ലിൽ എസ് സബ് ഷെല്ലിൽ എത്ര എണ്ണം കൊള്ളും? പിന്നീട് ആകെയുള്ളത് ഒരെണ്ണമാണ്. ഇനി അലുമിനിയം ആണെങ്കിൽ 1s2 2s2 2p6 3s2. അപ്പോൾ 3p എത്ര വരും? ഇവിടെ 2 4 10 12 ബാക്കിയുള്ളത് 1 അപ്പോൾ 3p1. ഇനി ക്ലോറിനിലാണെങ്കിൽ 17 ഉണ്ട്. അപ്പോൾ 1s2 2s2 2p6 3s2 3p6. എത്രയായി? 2 ആയി. 4 6 അപ്പോൾ 10 12 18. അപ്പോൾ 3p5 ഉണ്ടാവുള്ളൂ, 6 ഉണ്ടാവില്ല. കാരണം 17 ഉള്ളല്ലോ. ഇനി ആർഗണിലാണെങ്കിൽ ആ 3p6 ഉണ്ടാവും. കാരണം അതിൻ്റെ 1s2 2s2 2p6 3s2 3p6 ഉണ്ടാവും. 18 ഇലക്ട്രോണുകൾ ഉള്ളതുകൊണ്ട്. അപ്പോൾ എങ്ങനെയാണ് സബ്ഷെല്ലുകളിലെ ഇലക്ട്രോൺ വിന്യാസം ഇത് ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കി ചാപ്റ്റർ കോളം ഇതുപോലെ നോട്ടിൽ വരച്ച് എഴുതുക. ഇനി ആറ്റോമിക നമ്പർ 19 പൊട്ടാസ്യത്തിൻ്റെ കാര്യമെടുത്താൽ ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ പ്രത്യേകത നമ്മൾ മുമ്പ് സൂചിപ്പിച്ചത് ഓർക്കുമല്ലോ. പൊട്ടാസ്യത്തിൻ്റെ ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 1s 2s എന്നീ സബ്ഷെല്ലുകളുടെ ഊർജ്ജം താരതമ്യം ചെയ്യൂ. എന്തിനാണ് ഊർജ്ജം കുറവ്? 3s 3p എന്നീ സബ്ഷെല്ലുകളിൽ ഊർജ്ജം ഏതിനാണ് കൂടുതൽ? 3d 4s ഇവയിലോ? 3dയേക്കാൾ ഊർജ്ജം 4sനാണ്. ഗ്രാഫിൽ സൂചിപ്പിച്ചിട്ടുള്ള സബ്ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്ന ക്രമം എഴുതി നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഇവിടെ ഊർജത്തിൻ്റെ ക്രമം തന്നിട്ടുണ്ട്. K L M N ഷെല്ലുകൾ.
ഊർജ്ജമാണെങ്കിൽ എന്താണ് കൂടി കൂടി വരും. അപ്പോൾ ഈ ചാർട്ട് നോക്കുക, നോട്ട് ചെയ്ത് വെക്കുക. അതിൽ ഊർജ്ജം കൂടുകയാണോ കുറയാണോ എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി സബ് ഷെല്ലുകളുടെ ഊർജ്ജത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ എന്താണ്, പൊട്ടാസ്യത്തിൽ M ഷെല്ലിൽ 8 ഇലക്ട്രോൺ നിറഞ്ഞതിന് ശേഷമുള്ള ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും, N ഷെല്ലിലേക്ക് പോയത് 3Dയേക്കാൾ ഊർജ്ജം കുറവ് 4s ആയതുകൊണ്ടാണ്. അപ്പോൾ സബ് ഷെല്ലുകളുടെ ഊർജ്ജത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ എന്താണ്, പൊട്ടാസ്യത്തിലെ M ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ നിറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോൺ N ഷെല്ലിലേക്ക് പോയത് എന്തുകൊണ്ടാണ്, 3Dയേക്കാൾ ഊർജ്ജം കുറവ് 4s ആയതുകൊണ്ടാണ്. വിവിധ ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്ന ക്രമം നമ്മൾ കണ്ടുപിടിക്കാൻ ഈ ചിത്രം 1. അതായത് നമ്മുടെ ആ പട്ടിക ഡയഗ്രാം നമ്മളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഈ പട്ടിക നമ്മളെ സഹായിക്കും ഊർജ്ജത്തിൻ്റെ. അപ്പോൾ നമ്മൾ ഇതും വരച്ച് നോട്ട് ചെയ്ത് വെച്ച് മനസ്സിലാക്കിയാൽ ഒന്നും കൂടി ഉഷാറായിരിക്കും. ഇവിടെ SCയിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് 1s2 2s2 2p6 3s2 3p6 4s2 3d1 എന്ന ക്രമത്തിലാണ്. എങ്ങനെയാണ് അപ്പോൾ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്, 1s2 2s2 2p6 3s2 3p6 4s2 3d1 എന്നുള്ള ക്രമത്തിലാണ്. ഇത് സാധാരണയായി രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്, 1s2 2s2 2p6 3s2 3p6 3d1 3ds2 4s2 3d1 4s2 എന്ന രീതിയിലാണ് ക്രമപ്പെടുത്തേണ്ടത്. എന്നാൽ ഊർജ്ജക്രമം അനുസരിച്ച് എന്ത് ചെയ്യും, 4s കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ നിറയുന്നത് 3Dയിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, എസിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2 8 9 2 എന്നാണ് ആകുന്നത്. ഇനി സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുത്തുന്ന മറ്റൊരു രീതി എന്താണ്, ആറ്റോമിക നമ്പർ കൂടിയ മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ആ മൂലകത്തിൻ്റെ തൊട്ടു മുമ്പുള്ള പീരിയഡിലെ ഉത്കൃഷ്ട മൂലകത്തിൻ്റെ പ്രതീകം ബ്രാക്കറ്റിൽ കാണിച്ച് തുടർന്നുള്ള സബ്ഷെൽ വിന്യാസം മാത്രം എഴുതിയാൽ മതിയാകും. അതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ ആണെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം, 1s2 2s2 2p6 3s2 3p6 4s1 എന്നാണ്. എന്നാൽ ഇതിൻ്റെ തൊട്ടു മുമ്പുള്ള പീരിയഡിലെ ഉത്കൃഷ്ട മൂലകമായ ആർഗണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്താണ്, 1s2 2s2 2p6 3s2 3p6 എന്നാണ്. അപ്പോൾ ആർഗണിൻ്റെ പ്രതീകം ചേർത്തുകൊണ്ട് പൊട്ടാസ്യത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതുക, താഴെ കൊടുത്തുള്ള പോലെയാണ് എഴുതുക. അത് ആർഗൺ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ പിന്നെ 4s1 എന്ന് കൊടുത്താൽ എന്ത് ചെയ്യാണ്, അങ്ങനെ നമുക്ക് മൂലകങ്ങളുടെ വർഗീകരണം ഈ രീതിയിലും നമുക്ക് എഴുതാൻ കഴിയും. ഇനി മൂലകവും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് ഈ ആർഗണിൻ്റെ ഈ ഒരു മെത്തേഡ് വെച്ച് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ കോളം നിങ്ങൾ തന്നെ പൂരിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. ഇനി ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ പ്രത്യേകത, ഡി സബ്ഷെല്ലിന് പരമാവധി 10 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ കഴിയും. ഈ സബ്ഷെൽ പരിപൂർണമായി നിറഞ്ഞിരിക്കുന്നതോ പകുതി മാത്രം നിറഞ്ഞിരിക്കുന്നതോ ആയ ക്രമീകരണങ്ങൾ മറ്റുള്ളവയേക്കാൾ സ്ഥിരത കൂടിയവയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ D4s2 D9s2 എന്നീ ഇലക്ട്രോൺ ക്രമീകരണം വരേണ്ട ആറ്റങ്ങളിൽ സ്ഥിരതയ്ക്കു വേണ്ടി എന്ത് ചെയ്യും, ഇലക്ട്രോൺ പൂരണത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇതുപോലെ എഫ് സബ്ഷെല്ലിൽ F7 F14 ക്രമീകരണങ്ങളും കൂടുതൽ സ്ഥിരതയുള്ളതാണ്. അപ്പോൾ ഡി സബ്ഷെല്ലിന് പരമാവധി 10 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ കഴിയും. ഈ സബ്ഷെല്ല് പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ പകുതി മാത്രം നിറഞ്ഞിരിക്കുന്നതോ ആയ ക്രമീകരണങ്ങൾ എന്ത് ചെയ്യും, മറ്റുള്ളവയേക്കാൾ സ്ഥിരത കൂടിയവയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, D4s2 D9s2 എന്നീ ഇലക്ട്രോൺ ക്രമീകരണം വരേണ്ട ആറ്റങ്ങളിൽ എന്ത് ചെയ്യും, സ്ഥിരതയ്ക്ക് വേണ്ടി ഇലക്ട്രോൺ പൂരണത്തിൻ്റെ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ എഫ് സബ്ഷെല്ലിൽ F7 F40 ക്രമീകരണങ്ങൾ എന്താണ്, സ്ഥിരത കൂടിയവയാണ്. ക്രോമിയം കോപ്പർ എന്നീ ആറ്റങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസങ്ങളിൽ ഡി സബ്ഷെല്ലിന് പകുതി നിറഞ്ഞതോ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ ആയ അവസ്ഥയാണ് എന്ത്, സ്ഥിരത കൂടുതൽ പ്രകടമാക്കുന്നത്. അപ്പോൾ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ആറ്റങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസങ്ങളിൽ ഡി സബ്ഷെല്ലിന് പകുതി നിറഞ്ഞതോ അല്ലെങ്കിൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ ആയ അവസ്ഥയാണ് എന്ത്, കൂടുതൽ സ്ഥിരത പ്രകടമാക്കുന്നത്. കൂടുതൽ സ്ഥിരത പ്രകടമാക്കുന്നത് എന്താണ്, ഈ കോപ്പർ ക്രോമിയം എന്നീ ആറ്റങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസങ്ങളിൽ ഡി സബ്ഷെല്ലിൻ്റെ പകുതി നിറഞ്ഞതോ അല്ലെങ്കിൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ ആയ അവസ്ഥയാണ് എന്ത്, സ്ഥിരത കൂടുതൽ പ്രകടമാക്കുന്നത്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും ബ്ലോക്കും. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും ബ്ലോക്കും.
മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മോഡേൺ പീരിയോഡിക് ടേബിളിൽ SPDF എന്നിങ്ങനെ വിവിധ ബ്ലോക്കുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ SPDF എന്നിങ്ങനെ ബ്ലോക്കുകൾ തിരിച്ചിട്ടുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആധുനിക പീരിയോഡിക് ടേബിളിൽ SPDF എന്നിങ്ങനെ വിവിധ ബ്ലോക്കുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ D ബ്ലോക്ക്, അതിൻ്റെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക്, F ബ്ലോക്ക് എന്നിവ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ S ബ്ലോക്ക് മൂലകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് 1, 2 ഗ്രൂപ്പ് മൂലകങ്ങളാണ് S ബ്ലോക്ക് മൂലകങ്ങൾ. 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളാണ് D ബ്ലോക്ക്. 13 മുതൽ 18 വരെ P ബ്ലോക്കും ബാക്കിയുള്ള F ബ്ലോക്കുമാണ്. ഈ ബ്ലോക്കുകളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി മൂലകം, ആറ്റോമിക നമ്പർ, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം, അവസാന ഇലക്ട്രോൺ പൂരണം നടന്ന സബ്ഷെല്ല്, അതുപോലെ ബ്ലോക്ക് ഇങ്ങനെ കണ്ടെത്തിയിട്ട് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. അപ്പോൾ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതിൻ്റെ ബ്ലോക്ക് നിർണ്ണയിക്കുന്നത്. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകത്തിൻ്റെ ബ്ലോക്ക്. പീരിയോഡിക് ടേബിളിൽ 1, 2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളെ S ബ്ലോക്കിലായിരിക്കും ഉൾപ്പെടുത്തി. S ബ്ലോക്കിലും 13 മുതൽ 18 വരെ ഗ്രൂപ്പുകളിലുള്ളവയെ P ബ്ലോക്കിലും 3 മുതൽ 12 വരെ ഗ്രൂപ്പിലുള്ളവയെ D ബ്ലോക്കിലും ഉൾപ്പെടുത്തിയിരിക്കും. F ബ്ലോക്ക് മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിൽ ചുവടെ 2 പ്രത്യേക നിരകളായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ 1, 2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ്? S ബ്ലോക്കിലും. ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? S ബ്ലോക്കിൽ. 13 മുതൽ 18 വരെ P ബ്ലോക്കിലും 3 മുതൽ 12 വരെ D ബ്ലോക്കിലും പിന്നെ താഴെ പ്രത്യേകം കൊടുത്തിരിക്കുന്നവയെ F ബ്ലോക്കിലുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നും കൂടിയും പറയാം. ആധുനിക പീരിയോഡിക് ടേബിളിൽ S ബ്ലോക്ക് മൂലകങ്ങൾ ഏതാണ്? 1, 2 ഗ്രൂപ്പുകളിൽ പെട്ടതാണ്. 13 മുതൽ 18 വരെയുള്ളത് P ഗ്രൂപ്പ് മൂലകങ്ങളും 3 മുതൽ 12 വരെയുള്ളത് D ബ്ലോക്ക് മൂലകങ്ങളാണ്. F ബ്ലോക്ക് മൂലകങ്ങളാണെങ്കിലോ താഴെ പ്രത്യേകം 2 ഇതാക്കി കൊടുത്തിട്ടുള്ളത്. പീരിയോഡിക് ടേബിളിൽ ചുവടെ 2 പ്രത്യേക നിരകളായിട്ട് ക്രമീകരിച്ചിരിക്കുന്നതാണ് F ബ്ലോക്ക് മൂലകങ്ങൾ. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പീരിയഡ്, ഗ്രൂപ്പ് എന്നിവ നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. മൂലകങ്ങളുടെ ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പീരിയഡ് നമ്പർ കണ്ടെത്താൻ നമ്മൾ പഠിച്ചതാണ്. അത് അവസാനത്തെ നോക്കിയാൽ ഇലക്ട്രോണിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ നമ്പർ നോക്കിയാൽ നമുക്ക് പീരിയഡ് കണ്ടെത്താൻ കഴിയും എന്ന് നമ്മൾ പഠിച്ചതാണ്. അതിലേക്ക് 10 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പീരിയഡ് കണ്ടെത്താൻ കഴിയും. 10 കൂട്ടിയാൽ ഗ്രൂപ്പ് കണ്ടെത്താൻ കഴിയും. അതുപോലെ പീരിയഡ് കണ്ടെത്താനുള്ളത് നമ്മൾ പഠിച്ചതാണ്. ഇനി മൂലകം, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം, ബാഹ്യത ഷെല്ലിൻ്റെ നമ്പർ, പീരിയഡ് നമ്പർ. അപ്പോൾ ബാഹ്യതമ ഷെല്ലിലെ നമ്പറും എത്രയാണോ അതാണ് പീരിയഡ് നമ്പർ. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണോ അതാണ് അതിൻ്റെ ഗ്രൂപ്പ്. അപ്പോൾ നമ്മളിവിടെ അതിൻ്റെ കോളമാണ് തന്നിട്ടുള്ളത്. ഒരു മൂലകത്തിൻ്റെ സ്പെഷ്യൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ തന്നെയാണ് അത് ഉൾക്കൊള്ളുന്ന പീരിയഡ് നമ്പർ. അപ്പോൾ ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ തന്നെയാണ് അത് ഉൾക്കൊള്ളുന്ന പീരിയഡ് നമ്പർ. ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ തന്നെയാണ് അത് ഉൾക്കൊള്ളുന്ന പീരിയഡ് നമ്പർ. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. നമ്മളിവിടെ പറഞ്ഞതാണ്. അപ്പോൾ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പറാണ് അതിൻ്റെ പീരിയഡ് നമ്പർ. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ നമ്പറാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്ന ഗ്രൂപ്പാണ്. S ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ കഴിയും. അപ്പോൾ S ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ
സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും എന്ത് ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ എസ് ബ്ലോക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ ഷെല്ലിലെ എസ് സബ് ഷെല്ലുകളുടെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും എന്ത് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ എസ് സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും എന്ത് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. എസ് ബ്ലോക്ക് മൂലകങ്ങളിൽ എന്തായിരിക്കും അതിൻ്റെ ബാഹ്യധർമ്മ ഷെല്ലിലെ എസ് സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കുന്നത് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഇപ്പോൾ ഇവിടെ ലിഥിയത്തിൻ്റെ എടുക്കുകയാണെങ്കിൽ 2s1, അപ്പോൾ എസ്സിൽ 1 ആണ്. അപ്പോൾ അവസാന സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 1 അപ്പോൾ അതാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഇവിടെ പീരിയഡ് നമ്പർ ആണെങ്കിൽ ബാഹ്യധർമ്മ ഷെല്ലിൻ്റെ നമ്പറാണ്. അപ്പോൾ 2s എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഷെല്ലിലെ എസ്, അപ്പോൾ 2 എന്നുള്ളതാണ് ഇവിടെ എന്ത് ബാഹ്യധർമ്മ ഷെല്ലിൻ്റെ നമ്പർ. അപ്പോൾ അതാണ് അതിൻ്റെ പീരിയഡ് നമ്പർ. ഇവിടെ നിന്ന് നമുക്ക് ആധുനിക പീരിയോഡിക് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആധുനിക പീരിയോഡിക് ടേബിൾ അഥവാ ആവർത്തന പട്ടിക. ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹെൻറി മോസ്ലിയാണ്. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലിയഫ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി മോസ്ലിയാണ്. മോസ്ലിയെ നമ്മൾ ഓർക്കാൻ മുൻ വീഡിയോയിൽ പറഞ്ഞു. മോസ്റ്റ് റീസെൻ്റ് എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മോസ്ലി എന്ന് കിട്ടും. മോസ്റ്റ് റീസെൻ്റ്, മോസ്ലി, ആധുനികം. ഓക്കെ, ഇനി എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ചില പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഉൾപ്പെട്ടവയാണ് ഏത് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. അപ്പോൾ ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഉൾപ്പെട്ടവയാണ് എന്ത് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. ഇവയുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും ബേസിക സ്വഭാവമാണ് കാണിക്കുന്നത്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകത എന്താണ്? ആൽക്കലിയും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളുമാണ് എസ് ബ്ലോക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഇവയുടെ ഓക്സൈഡുകൾ ഹൈഡ്രോക്സൈഡുകളും ബേസിക സ്വഭാവമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓക്സൈഡുകൾ ഹൈഡ്രോക്സൈഡുകൾ എന്താണ്? ബേസിക സ്വഭാവമാണ് കാണിക്കുന്നത്, ബേസിൻ്റെ സ്വഭാവം. എസ് ബ്ലോക്ക് മൂലകങ്ങൾ സാധാരണയായിട്ട് അയോണിക സംയുക്തങ്ങളാണ് നിർമ്മിക്കുന്നത്. എസ് ബ്ലോക്ക് മൂലകങ്ങൾ സാധാരണയായി നിർമ്മിക്കുന്നത് എന്താണ്? അയോണിക സംയുക്തങ്ങളാണ്. 1ഉം 2ഉം ഗ്രൂപ്പ് മൂലകങ്ങളെ യഥാക്രമം നമുക്ക് എക്സ് വൈ എന്നീ പ്രതീകങ്ങൾ കൊണ്ട് സൂചിപ്പിക്കാമെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സ് ഗ്രൂപ്പ്, 1ാം ഗ്രൂപ്പിൻ്റെ ഓക്സീകരണാവസ്ഥ +1ഉം അയോണുകളുടെ എണ്ണം എത്രയാണ്? y+1, y1+ഉം പിന്നെ ഓക്സൈഡുകളുടെ രാസസൂത്രം X2O എന്നിങ്ങനെ ഇങ്ങനെയാണ്. അപ്പോൾ ഇതും കോളം പൂരിപ്പിക്കാനാണ്. ഇനി എസ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് നിശ്ചിത വാലൻസിയും ഓക്സീകരണാവസ്ഥയും കാണിക്കുക എന്നവയാണ്. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്താണ്? നിശ്ചിത വാലൻസിയും ഓക്സീകരണാവസ്ഥയും കാണിക്കും. പീരിയോഡിക് ടേബിളിൻ്റെ ഏറ്റവും ഇടതുഭാഗത്താണ് എന്ത് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. ഇനി അവയുടെ മറ്റു പ്രത്യേകതകൾ എന്താണ്? ലോഹ സ്വഭാവം കൂടുതലാണ്, അയോണീകരണ ഊർജ്ജം കുറവാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്. ലോഹ സ്വഭാവം കൂടുതലാണ്, അയോണീകരണ ഊർജ്ജം കുറവാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റിയും കുറവാണ്. അടുത്തതാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ. ഏതൊക്കെ മൂലകങ്ങളാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്? 2ാം പീരീഡിലെ പി ബ്ലോക്ക് മൂലകങ്ങൾ അടങ്ങുന്ന ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പി സബ്ഷെല്ലിൽ 1 മുതൽ 6 വരെയുള്ള ഇലക്ട്രോണുകളാണ് കാണപ്പെടുന്നത്. പി ബ്ലോക്ക് മൂലകങ്ങളിലാണെങ്കിൽ പി സബ്ഷെല്ലിൽ 1 മുതൽ 6 വരെയുള്ള ഇലക്ട്രോണുകളാണ് കാണപ്പെടുന്നത്. പീരിയോഡിക് ടേബിളിൽ 12 ഗ്രൂപ്പുകൾ കഴിഞ്ഞ ശേഷമാണ് എന്ത് പി ബ്ലോക്ക് തുടങ്ങുന്നത്. ബാഹ്യതമ പി ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 12 കൂട്ടിയാൽ എന്തിട്ടും ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ കഴിയും. പീരിയോഡിക് ടേബിളിൽ 12 ഗ്രൂപ്പുകൾ കഴിഞ്ഞ ശേഷമാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ബാഹ്യതമ ഷെല്ലിലെ പി ഇലക്ട്രോണുകളുടെ കൂടെ 12 കൂട്ടിയാൽ എന്ത് ചെയ്യും? ഗ്രൂപ്പ് നമ്പർ കിട്ടാൻ കഴിയും. അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഇനി പി ബ്ലോക്കിലെ മൂലകങ്ങളുടെ സവിശേഷതകളാണ്. വ്യത്യസ്ത വിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന മൂലകങ്ങൾ പി ബ്ലോക്കിലുണ്ട്. അതുപോലെ സാധാരണ താപനിലയിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള മൂലകങ്ങളും ഇതിലുണ്ട്. എസ് ബ്ലോക്ക് മൂലകങ്ങളെ അപേക്ഷിച്ച് പി ബ്ലോക്ക് മൂലകങ്ങൾ പൊതുവെ എന്താണ്? ഉയർന്ന അയോണീകരണ ഊർജ്ജമാണ് കാണിക്കുന്നത്. ഓരോ പീരീഡിലെയും അയോണീകരണ ഊർജ്ജം കൂടിയ മൂലകം ഏതായിരിക്കും എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുക. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ മൂലകം ഏതാണ്? പി ബ്ലോക്കിലാണ്. പി ബ്ലോക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. അതുപോലെ എന്താണ്?
എസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഉയർന്ന അയോണീകരണ ഊർജം ഉണ്ടാകും. ഇനി ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ, ഉത്കൃഷ്ട മൂലകങ്ങൾ എന്നിവയൊക്കെ ഈ പി ബ്ലോക്കിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഡി ബ്ലോക്ക് മൂലകങ്ങളോ? പീരിയോഡിക് ടേബിളിൽ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനം എവിടെയാണ്? 4-ാം പീരിയഡിൽ വരുന്ന ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ബാഹ്യതമ സബ്ഷെല്ലുകളുടെ ഇലക്ട്രോണുകളുടെ എണ്ണവും തൊട്ടു മുമ്പുള്ള ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂട്ടുന്നതിന് തുല്യമായിരിക്കും എന്ത്? ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും തൊട്ടു മുമ്പുള്ള ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂട്ടുന്നതിന് തുല്യമായിരിക്കും ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ. ഇനി ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അവസാന ഇലക്ട്രോൺ പൂരണം ബാഹ്യതമ ഷെല്ലിന് തൊട്ട് മുമ്പിലുള്ള ബാഹ്യതമ ഷെല്ലിൻ്റെ തൊട്ടുള്ളിലുള്ള ഷെല്ലിലെ ഡി സബ് ഷെല്ലിൽ നടക്കുന്നു. അതുകൊണ്ടാണ് എന്ത് ഡി ബ്ലോക്ക് മൂലകങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഇവയെ നമ്മളെന്ത് ചെയ്യും? സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നതും ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. ലോഹങ്ങളാണ് അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ട് മുമ്പുള്ള ഷെല്ലിലാണ്. 4-ാം പീരിയഡിൽ ഇത്തരം മൂലകങ്ങളുടെ അവസാനം ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് 4s ഇവ പീരിയോഡിക് ടേബിളിൽ 13 മുതൽ 12 വരെ ഗ്രൂപ്പുകളിൽ കാണപ്പെടും. എസ്, പി എന്നീ ബ്ലോക്കുകളിൽ ഉൾപ്പെടുന്ന പ്രാതിനിധ്യ മൂലകങ്ങൾ ഗ്രൂപ്പിൽ സാദൃശ്യം കാണിക്കുന്നുവെന്ന് നമ്മളോട് ചോദിക്കണം, മനസ്സിലായില്ലേ എന്നുള്ളത്. ഇനി ഇവിടെ വിട്ടൊരു കോളം നോക്കാം. 12-ാം ഗ്രൂപ്പിൽ വരുന്ന സിങ്ക്, CD, Hg എന്നീ സംക്രമണ മൂലകങ്ങളുടെ എല്ലാ പൊതുഗുണങ്ങളും കാണിക്കുന്നവയല്ല. അതിനാൽ ഇവയെ കപട സംക്രമണ മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ കപട സംക്രമണ മൂലകങ്ങൾ ഏതൊക്കെയാണ്? Zn, CD, Hg എന്നിവയാണ് കപട സംക്രമണ മൂലകങ്ങൾ എന്നറിയുന്നത്. 12-ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളാണ്. ഇവ സംക്രമണ മൂലകങ്ങളുടെ എല്ലാ പൊതുഗുണങ്ങളും കാണിക്കാറില്ല. അതുകൊണ്ടാണ് ഇവയെ കപട സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കാൻ കാരണം. സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം ഒരേ ഗ്രൂപ്പിലും പീരിയഡിലും സാധാരണ ഒരുപോലെയാണ്. അതുകൊണ്ട് ഇവ ഗ്രൂപ്പിൽ മാത്രമല്ല പീരിയഡിലും ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. അപ്പോൾ സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം ഒരേ ഗ്രൂപ്പിലും പീരിയഡിലും സാധാരണ ഒരുപോലെയാണ്. അതുകൊണ്ട് എന്താണ് ഇവ ഗ്രൂപ്പിൽ മാത്രമല്ല പീരിയഡിലും ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കാറുണ്ട്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? രാസബന്ധനത്തിൽ ഏർപ്പെടുന്ന ആറ്റങ്ങൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ സംയോജകത അഥവാ വാലൻസി എന്ന് പറയുന്നത്. അപ്പോൾ രാസബന്ധനത്തിൽ ഏർപ്പെടുന്ന ആറ്റങ്ങൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് നമ്മൾ പറയുന്നത് സംയോജകത അഥവാ വാലൻസി എന്ന് പറയുന്നത്. അയണിൻ്റെ 2 ക്ലോറൈഡുകളുടെ പേരും രാസസൂത്രവും എഴുതിയിരിക്കുന്നു. ഫെറസ് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡും. അപ്പോൾ അയണിൻ്റെ ക്ലോറൈഡുകൾ ഏതൊക്കെയാണ്? ഫെറസ് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡും. ഡി ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളോടൊപ്പം ബാഹ്യതമ ഷെല്ലിന് തൊട്ടു മുമ്പുള്ള ഷെല്ലിലെ ഡി ഇലക്ട്രോണുകളും പങ്കെടുക്കുന്നു. ഇലക്ട്രോൺ പൂരണം നടക്കുന്ന ക്രമത്തിലെ അല്ല ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നത്. അതായത് ബാഹ്യതമ ഷെല്ലിലെ എസ് സബ് ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോണുകൾ ആദ്യം നഷ്ടപ്പെടുന്നത്. ഇതിൽ ഇനി 2-3 പോയിന്റ് കൂടി ഈ ചാപ്റ്ററിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്തും. എസ്, പി എന്നീ ബ്ലോക്കുകളിലെ മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് പങ്കെടുക്കുന്നത്. എന്നാൽ സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യ ഷെല്ലിലെ എസ് സബ് ഷെല്ലിൻ്റെയും തൊട്ടടുത്തുള്ള ആന്തരിക ഷെല്ലിലെ ഡി സബ് ഷെല്ലിൻ്റെയും ഊർജ്ജങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തതിനാൽ അനുയോജ്യമായ സാഹചര്യത്തിൽ ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? കൂടി ആ ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത്. ഈ പോയിൻ്റ് ഒന്ന് ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്തുകൊണ്ട് പഠിക്കുക. സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ മിക്കവയും നിറമുള്ളവയാണ്. അവയിലെ സംക്രമണ മൂലകങ്ങളുടെ അയോണുകളുടെ സാന്നിധ്യമാണ് നിറത്തിന് കാരണം. അപ്പോൾ സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ മിക്കതിനും
നിറമുണ്ട്. അതിനുള്ള കാരണം എന്താണ്? അതിലെ സംക്രമണ മൂലകങ്ങളുടെ അയോണുകളുടെ സാന്നിധ്യമാണ് ഈ നിറങ്ങൾക്ക് കാരണമാകുന്നത്. ഇനി സംക്രമണ മൂലകങ്ങളുടെ ഉൽപ്രേരക സ്വഭാവം. സ്വയം സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ഉൾപ്രേരകങ്ങൾ അഥവാ കാറ്റാലിറ്റിക്സ്. സാധാരണയായി സംക്രമണ മൂലകങ്ങൾ അവയുടെ സംയുക്തങ്ങളും ഉൽപ്രേരകങ്ങളായി ധാരാളം ഉപയോഗപ്പെടുന്നുണ്ട്. സമ്പർക്ക പ്രക്രിയയിൽ വാനേഡിയം പെൻറ്റോക്സൈഡ്, ഹേബർ പ്രക്രിയയിൽ സ്പോഞ്ചി അയൺ, സസ്യ എണ്ണകളുടെ ഹൈഡ്രോജനേഷൻ വഴിയുള്ള വനസ്പതിയുടെ നിർമ്മാണത്തിൽ നിക്കൽ എന്നിവ ഇവയിൽ ചില ഉദാഹരണമാണ്. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഓക്സികാരിയായും നിരോക്സികാരിയായും ഒരേ സമയം പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ കാരണം. കേരളത്തിൻ്റെ ധാതു സമ്പത്ത്. ലോകത്തെല്ലായിടത്തും ധാതുക്കളുടെ വിന്യാസം ഒരുപോലെയല്ല. എന്നാൽ നമ്മുടെ കേരളത്തിൽ ചില പ്രത്യേക ധാതുക്കളുടെ സമ്പന്ന ശേഖരം കൊണ്ട് അനുഗ്രഹീതമാണ്. അപ്പോൾ കേരളത്തിൽ ചില പ്രത്യേക ധാതുക്കളുടെ സമ്പന്ന ശേഖരം കൊണ്ട് അനുഗ്രഹീതമാണ്. അത് ഏതൊക്കെയാണ്? മോണസൈറ്റ്, ഇൽമനൈറ്റ്, സിർക്കോൺ, റൂട്ടൈൽ തുടങ്ങിയ വിവിധങ്ങളായ ധാതുക്കളുടെ കലവറയാണ് കേരളത്തിൻ്റെ തീരപ്രദേശത്തിലെ മണൽ ശേഖരം. ഇപ്പോൾ മോണസൈറ്റ്, ഇൽമനൈറ്റ്, സിർക്കോൺ, റൂട്ടൈൽ തുടങ്ങിയ വിവിധങ്ങളായ ധാതുക്കളുടെ കലവറയാണ് കേരളത്തിലെ തീരപ്രദേശങ്ങളിലെ മണൽ ശേഖരം. നിത്യജീവിതത്തിൽ വളരെയധികം ഉപയോഗമുള്ള ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിൻ്റെ അസംസ്കൃത വസ്തുവാണ് ഇൽമിനൈറ്റ്. അപ്പോൾ ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തു ഏതാണ്? ഇൽമനൈറ്റ് ആണ്. ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന തോറിയത്തിൻ്റെ ഉറവിടം ഏതാണ്? മോണസൈറ്റ് ആണ്. അപ്പോൾ ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന തോറിയത്തിൻ്റെ ഉറവിടം മോണസൈറ്റ് എന്ന ധാതുവാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് തീരപ്രദേശങ്ങളിൽ ലഭിക്കുന്ന ആണവധാതു ഏതാണ്? തോറിയമാണ് കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന ആണവധാതു. ആ തോറിയത്തിൻ്റേതാണ്. ഓപ്ഷനിൽ തോറിയം എന്ന് വന്നാൽ തോറിയം എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഇൽമനൈറ്റ് എന്ന മോണസൈറ്റ് എന്ന് വന്നാൽ അത് കൊടുക്കാം. മോണസൈറ്റിൽ നിന്ന് മോണസൈറ്റാണ് തോറിയത്തിൻ്റെ ധാതു. നിയോമിഡിയം ലോഹം ഉൽപ്പാദിപ്പിക്കാനുള്ള അസംസ്കൃത വസ്തുവും മോണസൈറ്റാണ്. അപ്പോൾ നിയോമിഡിയം ലോഹം ഉൽപ്പാദിപ്പിക്കുന്ന അസംസ്കൃത വസ്തു ഏതാണ്? മോണസൈറ്റാണ്. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ലോഹയിനമാണ്. നിയോമിഡിയം. ഉരകല്ലുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സീറിയം ലോഹത്തിൻ്റെ ധാതുവും മോണസൈറ്റാണ്. അപ്പോൾ ഉരകല്ലിൻ്റെ ലോഹം ഏതാണ്? സീറിയമാണ്. അതിൻ്റെ ധാതു ഏതാണ്? മോണസൈറ്റാണ്. ഇങ്ങനെ അമൂല്യമായ ശേഖരം കൊണ്ട് കേരളം സമ്പന്നമാണ്. കേരളത്തിൻ്റെ തീരപ്രദേശം. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ ചാപ്റ്റർ കുറച്ച് ബോറിംഗ് ആണ്, അതെനിക്കറിയാം. പക്ഷേ എന്തായാലും നമുക്ക് പഠിച്ചേ തീരുള്ളൂ. നമുക്ക് PSC നേടണമെങ്കിൽ ഒരു ചാപ്റ്ററും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരിശ്രമിക്കുക, നന്നായി പഠിക്കുക. അപ്പോൾ ഇതോടെ നമ്മൾ ഈ മൊഡ്യൂൾ അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.